This type of software controls internal computer organization. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടില്ലേ എങ്ങനെയാണ് ഡോക്സിൽ വോയിസ് ടൈപ്പിംഗ് ചെയ്യുന്നതിനുള്ള എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഗൂഗിൾ ഡോക്സ് എടുക്കണം. അതിനോട് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡോക്സ് ഫയലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഡോക്സ് ഫയൽ ഓപ്പണായി വരും. ഓക്കെ, അതിനുശേഷം ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കാം, അല്ലെങ്കിൽ അവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വോയിസ് ടൈപ്പിംഗ് എന്നുള്ളൊരു സ്പെസിഫിക് ഫീച്ചർ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ ടൂൾസ് ഇവിടെ കുറേ കണ്ടില്ലേ, മെനു ബാറാണിത്. ഇതിൽ ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വോയിസ് ടൈപ്പിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+Shift+S ക്ലിക്ക് ചെയ്താലും വോയിസ് ടൈപ്പിംഗ് ഓൺ ആവും. ഞാനിപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു സ്പീക്കറിൻ്റെ ഒരു മൈക്രോഫോണിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് ഓണായി വരുന്നത് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണാവും. ദെൻ നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് അത് നമുക്ക് മൈക്രോഫോൺ യൂസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഇംഗ്ലീഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, then an operating system is a program which acts as an interface between a user and the hardware. ഓക്കെ, ഞാനിപ്പോൾ മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങളും അതിൽ ടൈപ്പായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ കൊടുത്ത ഒരു സെൻറ്റൻസും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് കുറേ ടൈപ്പ് ചെയ്യാനുള്ള പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ വേറെ എവിടേക്കാണോ നമുക്ക് വേണ്ടത്, നമ്മൾ ലെസൺ പ്ലാൻ എഴുതാണോ അവിടേക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി, പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മൾക്കൊരു സംശയം വരും, ഇംഗ്ലീഷ് മാത്രമാണോ ഇതിൽ പറ്റുക, മറ്റ് ഭാഷകൾ ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് UK എന്ന് പറഞ്ഞ ലാംഗ്വേജാണ്. നമ്മളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊരു ഡ്രോപ്പ് ഡൗൺ കാണാം. ഇതിൽ എല്ലാ ലാംഗ്വേജസും ഉണ്ട്. നമുക്കിപ്പോൾ ജസ്റ്റ് മലയാളം ഒന്ന് എടുത്ത് നോക്കാം. അറബിക്, ഹിന്ദി, മറാഠി എല്ലാ ലാംഗ്വേജസും ഇതിൽ കാണാം. ഞാനിപ്പോൾ മലയാളം എടുക്കുകയാണ്. മലയാളം എടുത്തു. അതിന് ശേഷം മൈക്രോഫോണിൽ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോൾ മലയാളം ലാംഗ്വേജ് എടുത്തപ്പോൾ നമ്മൾ എന്താണോ ഇവിടെ പറയുന്നത് അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് വരുന്നത് കാണാം നിങ്ങൾക്ക്. കണ്ടല്ലോ. അപ്പോൾ ഇത് അത്രയും പ്രിസൈസാണ്. നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മളെന്താണോ പറയുന്നത് അത് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പായി വരും. ഇപ്പോൾ ഹിന്ദി ആയാലും അറബിക് ആയാലും സാൻസ്ക്രിറ്റ് ആയാലും മറാഠിയോ ഏത് ലാംഗ്വേജ് ആയാലും നമുക്ക് ആ ലാംഗ്വേജ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഡീഫോൾട്ടായിട്ട് UK ഇംഗ്ലീഷ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അതാണല്ലോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം കോപ്പി പേസ്റ്റ് ചെയ്യാം, എവിടേക്ക് വേണമെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇവിടെ തന്നെ സേവ് ചെയ്തിടുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. ഗൂഗിൾ ഡ്രൈവാണ്. പിന്നെ ഗൂഗിൾ ഡോക്സ് ആയതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നെറ്റ്വർക്ക് ഇല്ലാത്ത സമയത്ത് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.